അഭിജിത്ത് ഇപ്പോൾ ഉള്ളത് കർണാടകയിലാണ്, ബെല്ലാരിയിലേക്കുള്ള യാത്രയിലാണ്. അഭിജിത്ത്, ഈ റോദ്ദം ജുവലറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. എത്രയെത്ര ലൊക്കേഷനുകൾ വരുന്നു നോക്കൂ. ബാംഗ്ലൂരുവിൽ തന്നെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഇയാൾ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ശബരിമല മേൽശാന്തിയാണ് എന്ന മട്ടിലാണ് ഗോവർദ്ധനെ കണ്ട് പരിചയപ്പെടുന്നത്. അവിടെയുള്ള സ്വർണ്ണ വ്യാപാരികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു. അതിലൊരാൾ നാഗേഷാണ്, അതിലൊരാൾ കൽപേഷാണ്, അതിലൊരാൾ ഇപ്പോൾ വിനീത് ജെയിനാണ്, മറ്റൊരാൾ ഈ പറയുന്ന ഗോവർദ്ധനാണ്. ഇവരുടെ പക്കൽ നിന്നൊക്കെ സ്വർണ്ണം ഇയാൾ വാങ്ങുന്നുണ്ട് പല ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ്. അതൊക്കെ പല രീതിയിൽ അയാൾ ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും റിയൽ എസ്റ്റേറ്റിൽ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞെട്ടിച്ചു കളഞ്ഞത് കഴിഞ്ഞ 6 വർഷമായി ശബരിമലയിലെ ഈ സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞ് കൊടുത്ത സ്വർണ്ണ നാണയം ഈ ഗോവർദ്ധൻ അതൊരു വിശ്വാസത്തിന്റെ മൂല്യം കണക്കിലെടുത്ത് അവിടെ സൂക്ഷിച്ചിരുന്നുവെന്നാണ്. അവിടെ കൊണ്ടുവന്ന് തന്ത്രിയടക്കം കൊണ്ടുവന്ന് പൂജ നടത്തിയിരുന്നു ഗോവർദ്ധൻ എന്നുള്ളതാണ്. അതായത് ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തട്ടിപ്പുകൾക്ക് ഗൂഢാലോചന തുടക്കം മുതൽ നടത്തിയിരിക്കുന്നത്. അവിടെയുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റു തട്ടിപ്പുകൾ മറയാക്കിയതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ അരുൺകുമാർ സൂചിപ്പിച്ച ശ്രീരാംപുരയിലെ ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്താണുള്ളത്. ഇത് കുറച്ച് മലയാളികൾ ചേർന്ന് നടത്തുന്ന ക്ഷേത്രമാണ്. ഇവിടെയായിരുന്നു ഏറെക്കാലം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജാരിയായി ജോലി ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇയാൾ ശബരിമലയിലേക്ക് പോകുന്നത്. തുടർന്ന് ഇവിടെ വച്ച് ഈ ഗോവർദ്ധനുമായി ബന്ധമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വിവരം. അതായത് ഈ ക്ഷേത്രത്തിലെ ഒരു നിത്യസന്ദർശകനായിരുന്നു ഗോവർദ്ധൻ. അങ്ങനെ ഈ ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സൗഹൃദം ഉണ്ടാകുന്നു. പിന്നീട് അത് വലിയ പരിചയത്തിലേക്ക് മാറുന്നു. ഈ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണം, ശബരിമലയിലെ സ്വർണം ഗോവർദ്ധന്, ജ്വല്ലറി ഉടമയായ ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറുകയും ചെയ്യുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളെല്ലാം ഈ ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തെ മറയാക്കിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാകുന്നത്. അതിൽ രമേശ് റാവു ഉണ്ട്, കൂടാതെ അനന്തസുബ്രഹ്മണ്യമുണ്ട്, വിനീത് ജെയിനുണ്ട്, ഇതാ ഇപ്പോൾ ഈ പേര് കേൾക്കുന്ന ഗോവർദ്ധനുണ്ട്, കൽപേഷ്, നാഗേഷ് തുടങ്ങിയവരൊക്കെ ഇവരുമായൊക്കെ ബന്ധമുണ്ടാക്കുന്നത് ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തെ മറയാക്കിയാണ്. താൻ ശബരിമല ക്ഷേത്രത്തിലെ പൂജാരിയാണ് എന്ന് പറഞ്ഞുകൂടിക്കൊണ്ടാണ്. ഏതായാലും ഈ ഗോവർദ്ധന്റെ ഈ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പൂട്ടിയ നിലയിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരം. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്ത് അന്വേഷണ സംഘം തെളിവെടുപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ഇവിടെ എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ബംഗളൂരുവിലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്. അവിടെ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പുണ്ടാകും. ഒപ്പം തന്നെ അനന്തസുബ്രഹ്മണ്യത്തിന്റെ വീടും മീറ്ററുകൾ മാത്രം അകലെയാണ് അരുൺകുമാർ. അവിടെയും തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.